96 മുതൽ ഞാൻ 95-96 അബുദാബിയാണ്. 97 to 2007 10 വർഷം എന്തായിരുന്നു ദുബായിൽ. 10 വർഷം ഫുള്ളില്ല, അതിൽ പകുതി സമയം ഉണ്ടായിരുന്നുള്ളൂ, പകുതി സമയം നാട്ടിലാണ്. 95-96 അബുദാബി. അത് കഴിഞ്ഞിട്ട് ഇടയ്ക്ക് ഒരു 2002 കുറച്ച് ആൾ അബുദാബിയിലുണ്ടാവും. 2002 അബുദാബിയാണ്. 95-96 2002 അബുദാബിയാണ്. പിന്നെ 97 മുതൽ 2007 വരെ, 2002 ഒഴികെ 2007 വരെയുള്ള പീരീഡിലാണ് ദുബായിലുണ്ടായിരുന്നത്. അതിൽ 9 വർഷവും ദുബായിലുണ്ടായിരുന്നില്ല കേട്ടോ. ഇടയ്ക്കൊക്കെ നാട്ടിലായിരുന്നു. മിക്കവാറും ജോലി പോവും, ജോലി കിട്ടും, ജോലി പോവും, അങ്ങനെയൊക്കെയുള്ളൊരു സിറ്റുവേഷനിലാണ്. ഇടയ്ക്ക് നാട്ടിൽ, ഇടയ്ക്ക് അവിടെ, അങ്ങനെയൊക്കെയാണ്. 2 കൊല്ലം വർക്ക് ചെയ്യും, 3 കൊല്ലം വർക്ക് ചെയ്യും, ചിലപ്പോൾ 6 മാസം വർക്ക് ചെയ്യും. അങ്ങനെ ഒന്ന് 2 തവണ 6 മാസം വർക്ക് ചെയ്തത്. ഒരു തവണ 3 കൊല്ലം ഉണ്ടായിരുന്നു, ഒരു തവണ 2 കൊല്ലം 2.5 കൊല്ലം ഉണ്ടായിരുന്നു. ആ 2.5 കൊല്ലം, 3, 5, 5.5, 6, 6.5, ടോട്ടൽ ഒരു 7-8 കൊല്ലത്തിൽ താഴെയൊന്നും മറ്റുള്ള കളിയിൽ 8 years താഴെ ഉണ്ടാവുള്ളൂ. അബുദാബി, ദുബായ് ഒക്കെ കൂട്ടിയാണ്. അതായത് 95 to ഏതാണ്ട് 12 years ഒരു 8 വർഷം മാക്സിമം, 8 വർഷം താഴെ 7-7.5 വർഷമായിരിക്കും പുറത്തുണ്ടാവുള്ളൂ. 7-8 അത്രേ പുറത്തുണ്ടാവുള്ളൂ. ബാക്കി സമയങ്ങളിൽ ഈ നമ്മൾ ഒരു ജോലി പോയിട്ട് അടുത്ത നാട്ടിൽ വന്ന് നിൽക്കണ അങ്ങനെയുള്ള നാട്ടിൽ തന്നെയാണ്. 20 വർഷം മുമ്പുള്ള കഥകളാണ് ഈ പറയുന്നത്, ഇവിടുത്തെ കാര്യമൊന്നുമല്ല. 20 വർഷം മുമ്പുള്ള പഴങ്കഥകളാണ്. 20 വർഷത്തിന് 35 വർഷത്തിന് ഇടയ്ക്ക് മുമ്പുള്ള, 35 വർഷം മുമ്പ് മുതൽ 20 വർഷം വരെയുള്ള, 35 വർഷം മുമ്പ് മുതൽ 20 വർഷം മുമ്പ് വരെയുള്ള പഴങ്കഥകളാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ കഴിഞ്ഞിട്ട് ലോകം ഒരുപാട് പോയി, കൊല്ലങ്ങൾ ഒരുപാട് പോയി. 10-20 വർഷം കഴിഞ്ഞു പഴയ കഥകളൊക്കെ കഴിഞ്ഞിട്ട്. സിമെൻറ്റ് നമ്മുടെ ഇവനുണ്ടല്ലോ, ഒരു എല്ലാൻഡിയുടെ ഒരു സിമെൻറ്റ് ഉണ്ടല്ലോ, അതിൻ്റെ അൾട്രാടെക്, അതാണ് ഈ പോണത് എല്ലാൻഡിയുടെ സിമെൻറ്റ്. പിന്നെ അഡാനിയുടെ അംബുജയുണ്ട്. ഇത് രണ്ടാണ് ടോപ്പ് സിമെൻറ്റുകൾ. എല്ലാൻഡിയുടെ അൾട്രാടെക്, ഈ പോകുന്ന എല്ലാൻഡിയുടെ, അല്ലെങ്കിൽ കോൺക്രീറ്റിനൊക്കെ ഇത് ഉപയോഗിക്കാറുണ്ട്. ഈ എല്ലാൻഡിയുടെ കാര്യമായിട്ട് ഉപയോഗിക്കാറുണ്ട് അൾട്രാടെക്. പിന്നെ അഡാനിയുടെ ഇതും ഉപയോഗിക്കാറുണ്ട്. ഭാരത് ബെൻസിൻ്റെ ഒരു വണ്ടി അടിച്ച് കളിഞ്ഞ് പുറകിക്കണമെന്ന് എല്ലാവരും സൈഡ് കൊടുത്തേക്കും. ആ കാർ കയറി രണ്ട് കട്ടിങ്ങായിട്ടാണ് ഇങ്ങനെ അവിടെ. എനിക്ക് അതൊന്നും മൈൻഡ് ചെയ്യണേ ഇല്ല. പറയുന്ന ഫോൺ അടിച്ച് കയറുണ്ട്, അവന് വേണ്ടി സൈഡ് കൊടുത്തേക്കും. ഏത് ടൂറിസ്റ്റ് ബസ്സാണെന്ന് തോന്നുന്നു, ഭാരത് ബെൻസിൻ്റെ ടൂറിസ്റ്റ് ബസ്സാണ്. ഇങ്ങനെ ഈ ഒരു തവണ ഈ ഭാരത് ബെൻസ് ടൂറിസ്റ്റ് ബസ്സിൽ നമ്മൾ പോയതാണ്. ആലപ്പി നല്ല വണ്ടി കേട്ടോ.
ആലപ്പി ട്രിപ്പ് എല്ലാവരും കൂടി കൊണ്ട് ഫാമിലി എല്ലാവരും കൂടി ഫാദറിൻ്റെ സൈഡിലുള്ള റിലേറ്റീവ്സ് എല്ലാവരും കൂടി പോയത്. രണ്ടാമത് ഒരു ഐലൻഡ് റിസോർട്ട് പോയത്, ആലപ്പിയിലൊരു ബീച്ച് റിസോർട്ട് ട്രിപ്പിലാണ് ഇതിന് പോയത്. ഒരു ഐലൻഡ് റിസോർട്ട് ട്രിപ്പിൽ ഇങ്ങോട്ട് പോയത്. അത് മറ്റേ ടെമ്പോ ട്രാവലറാണ്. അത് കുറച്ചുകൂടി ചെറിയ വണ്ടിയാണ്, ഇത് കുറച്ചുകൂടി വലിയ വണ്ടിയാണ്, സ്പേഷ്യസ് ആണ്. 20 പേര് പോണതിന് ഇതിലാൾ കൂടുതൽ കയറാം. 26 28 30 താഴെയാണ്, 26 അങ്ങനെയാണ്. മറ്റേതിൽ 20 പേര് 21 പേരെ കണ്ടു കയറുന്നു ടെമ്പോ ട്രാവലറിൽ. ഇതിൽ 30ൻ്റെ അടുത്ത് കയറുന്നു. ചെറിയ വണ്ടി ഭാരതൻസിന് 2 വണ്ടിയുണ്ട്, ഇത് ചെറിയ വണ്ടിയാണ്. ചെറിയ വണ്ടിയിൽ 30 താഴെ കയറണമെന്ന് എനിക്ക് തോന്നുന്നത്. നമ്പർ സീറ്റ് 26 ആണ്, 28 ആണ്, മറന്നു ഞാൻ. 26 ആണെന്ന് എനിക്ക് തോന്നുന്നത് സീറ്റൊക്കെ. ഈ വലിപ്പമുള്ളതൊക്കെ ഭാരത് ബെൻസിനുണ്ട്. അത് 30 കൂടുതൽ കയറും, 35 40 ഒക്കെ കയറി വലിയ വണ്ടി. ഇത് ഈ പോണല്ലേ ഫ്രണ്ട്സ് എന്ന് എഴുതി വന്നില്ലേ, ആ ടൈപ്പ് ടെമ്പോ ട്രാവലറാണ്. ടെമ്പോ ട്രാവലർ എന്ന് പറയുമെങ്കിൽ അത് ഫോഴ്സ് എന്ന് പറഞ്ഞ കമ്പനിയുടെ, അത് മെഴ്സിഡസ് ബെൻസിൻ്റെ എഞ്ചിനായാലും ഉപയോഗിക്കണം. അവർക്കിപ്പോൾ അർബാനിയ എന്ന് പറഞ്ഞ് വേറെ ഉണ്ട്, അതിലും മെഴ്സിഡസ് ബെൻസിൻ്റെ എഞ്ചിൻ ഉപയോഗിക്കണം. എഞ്ചിനും ടെക്നോളജിയും എല്ലാം മെഴ്സിഡസ് ബെൻസിൻ്റെയാണ്. അത് കുറച്ച് പഴയ വണ്ടിയുടെ ആണെന്ന് തോന്നുന്നു. 2000 കുറച്ച് ലേറ്റസ്റ്റ് ബെൻസിൻ്റെ അല്ല, പക്ഷെ കുറച്ച് പഴയ ബെൻസിൻ്റെയാണ്. വിൻസർ എം ജി വിൻസർ ഒരുപാട് എൻ്റെ ഒരു റിലേറ്റീവ് മേടിച്ചിട്ടുണ്ട് ആ സാധനം. റിലേറ്റീവ് എന്ന് പറഞ്ഞാൽ കുറച്ച് ഡിസ്റ്റൻറ്റ് റിലേറ്റീവാണ്. ഫാദറിൻ്റെ ഒരു സെക്കൻഡ് കസിനൊക്കെ ആയിട്ട് വരും. സെക്കൻഡ് കസിനാണോ ഫസ്റ്റ് കസിനാണോ? സെക്കൻഡ് കസിനായിരിക്കും. അല്ല, സെക്കൻഡ് കസിൻ്റെ പിള്ളേർ, അത് ഫസ്റ്റ് കസിൻ്റെ പിള്ളേരാണ്. ശരിക്കും എൻ്റെ ഫസ്റ്റ് കസിന് നമ്മുടെ പിള്ളേർ വരുമ്പോൾ അവർക്ക് വലിയ കോണ്ടാക്റ്റ് ഉണ്ടാവില്ല. നമുക്കുള്ള വല്ല കോണ്ടാക്റ്റ് ഇപ്പം നമ്മുടെ ഫസ്റ്റ് കസിൻസായിട്ട് നമ്മുടെ പിള്ളേർക്ക് ഉണ്ടാവില്ല. ഫാദറിൻ്റെ ഫസ്റ്റ് കസിൻസായിട്ട് ഫാദറിന് നല്ല കോണ്ടാക്റ്റ് ഉണ്ടായിരുന്നതാണ്, പക്ഷേ എനിക്ക് കോണ്ടാക്റ്റ് തീരെ കുറവല്ലേ. ഫാദറിൻ്റെ ഫസ്റ്റ് കസിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിസിമേമ, മെറ്റുവൈ ലിസിമേമ, അവരുടെ അടുത്ത് പോകാറുണ്ട് വല്ലപ്പോഴും ഒക്കെ. നമ്മൾ പറവൂർ വൈഫ് ഹൗസിൽ പോകുമ്പോൾ, പിന്നെ ബേ ചാച്ചനൊക്കെ ഉണ്ടായിരുന്നത്, നമ്മളവിടെ പറവൂരൊക്കെ പോകുമ്പോൾ അവരുടെ വീട്ടിൽ കയറി ഇറങ്ങി പോകാറുണ്ട്. അത് ഫാദറിൻ്റെ സൈഡിൽ. മദറിൻ്റെ സൈഡിൽ കുന്നയ്ക്കാലുള്ളവർ, അവിടെയും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഫംഗ്ഷൻ അതുവഴി പോകുമ്പോൾ കൊച്ചപ്പന്മാരുടെ കൂടെ പോകാറുണ്ട്. അത് കൊച്ചപ്പന്മാരുള്ളതുകൊണ്ട് അവിടെ കയറി പോകുന്നത്. ആ സൈഡിൽ ഏതെങ്കിലും ഫംഗ്ഷന് പോകുമ്പോൾ കൊച്ചപ്പന്മാരുണ്ടെങ്കിൽ അന്നേരം 2-3 വണ്ടി ഒരുമിച്ച് പോകണമെങ്കിൽ അന്നേരം ഇവിടെയും കയറി കുന്നയ്ക്കാലും കയറി പോകാമെന്ന് പറഞ്ഞ് അങ്ങനെ കയറി പോകാറുണ്ട്. പക്ഷെ ഫാദറിനുള്ള അത്ര ഒരു ഊഷ്മളമായ ഒരു ബന്ധം ഫാദറിൻ്റെ ഫസ്റ്റ് കസിൻസായിട്ട് എനിക്കില്ല, എൻ്റെ ജനറേഷനിലില്ല. അപ്പോൾ എൻ്റെ ഫസ്റ്റ് കസിൻസായിട്ട് എനിക്കുള്ള ഒരു ഇപ്പം കുറഞ്ഞു കിട്ടും. ഞാൻ പറഞ്ഞ ചെറുപ്പത്തിലായിരുന്നു കൂടുതൽ അടുപ്പമൊക്കെ ഉണ്ടായിരുന്നത് ഈ ഫസ്റ്റ് കസിൻസായിട്ട്. വലുതാവുന്നവരും അവരവരുടെ ഫാമിലിയും ഇതൊക്കെ ആയിട്ട് വരുമ്പോൾ ആളുകൾ ബിസിയായി, പഴയ അടുപ്പങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷെ അത് അടുത്ത ജനറേഷൻ ഉണ്ടാവില്ല. അവർക്ക് എന്ന് പറഞ്ഞാൽ അവരുടെ ഫസ്റ്റ് കസിൻസ്, അവരുടെ ഫ്രണ്ട് സർക്കിള്, ഫസ്റ്റ് കസിൻസ് കുറവായിരിക്കും. കാരണം ഇപ്പോൾ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1-2 കുട്ടികളുള്ളൂ. എൻ്റെ ജനറേഷനിലൊക്കെ ഫാദറിനും മദറിനും ഇഷ്ടംപോലെ സിബ്ലിങ്സ് ഉണ്ടായിരുന്നതുകൊണ്ട് നമുക്ക് കുറേയധികം ഫസ്റ്റ് കസിൻസ് ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം നമ്മുടെ ജനറേഷൻ വന്നപ്പോൾ നേരെ കുറഞ്ഞു. അവിടെ ഇപ്പോൾ ആകെ 3, വൈഫിൻ്റെ സൈഡിലാണെങ്കിൽ അവർ 2 സിബ്ലിങ്സേ ഉള്ളൂ. അതിലൊരു സിബ്ലിങ്ങിന് ഒരു കുട്ടിയും മറ്റേ സിബ്ലിങ്ങിന് ഒരു കുട്ടിയുള്ളൂ. അപ്പോൾ ആകെ 2 ഫസ്റ്റ് കസിൻസേ ഉള്ളൂ അവർക്ക്. അവന് മദർ സൈഡിൽ, ഫാദർ സൈഡിൽ ഒരാളും ഉള്ളൂ. അപ്പോൾ അവർക്ക് ഫസ്റ്റ് കസിൻ എന്ന് പറഞ്ഞ് 3 പേരേ ഉള്ളൂ. ഈ എൻ്റെ മകൻ്റെ ജനറേഷൻ വരുമ്പോൾ നമ്പർ കുറഞ്ഞു വരിക. കാരണം ഇപ്പം അടുത്ത ജനറേഷനിൽ കുട്ടികൾ കുറഞ്ഞു. ഇപ്പോൾ 2 കുട്ടികൾ ഒക്കെ മിക്ക വീടുകളിലുള്ളൂ. അപ്പോൾ ഇനിയിപ്പോൾ അത് കുറവായിരിക്കും.
സുസുക്കി. അവൻ്റെ സിമ്പിൾ പോയോ? മാരുതി സുസുക്കിയുടെ എസ് എന്നുള്ള സിമ്പിൾ ബാഗിലാണ് പറഞ്ഞു പോയി തോന്നുന്നു.